രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പാർട്ണർഷിപ്പിനെ പറ്റി കേട്ടാണ് നമ്മൾ ഇത്ര നാൾ പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നു. രണ്ട് സ്ഥാപനങ്ങളും രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. ഞങ്ങളിപ്പോൾ അങ്ങനത്തെ ഒരു രസകരമായിട്ടുള്ള പാർട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അസറ്റ് ഹോംസും കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസുമായിട്ട്. കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന് ഒരു നിർമ്മാണ സ്ഥാപനമുണ്ട്, JGT എന്നുള്ള പേരിൽ. വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള വലിയ ആഡംബര ഭവനങ്ങൾ, അതിൽ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഇന്റേണൽ സൗകര്യങ്ങളിൽ പോലും കൊടുക്കുന്ന സർവീസ് ഫെസിലിറ്റി. നിങ്ങളുടെ കിടക്ക വിരിച്ചാനായിട്ട് ആളുണ്ട്, നിങ്ങളുടെ കിച്ചണിൽ അസിസ്റ്റ് ചെയ്യാനായിട്ട് ആളുണ്ട്, നിങ്ങളുടെ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ആളുണ്ട്, നിങ്ങൾക്ക് കാർ ഓടിക്കാനായിട്ട് ആളുണ്ട്, നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ സ്വീകരിച്ച് വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് റിസപ്ഷൻ മുതൽ ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് അസറ്റ് ഹോംസിന് കൊടുക്കാൻ പറ്റില്ല, അത് കൊടുക്കാൻ കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനെ പറ്റുള്ളൂ. അപ്പോൾ അസറ്റ് ഹോംസും കാസിനോ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസും കൂടെ ചേർന്ന് ഒരു പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കസ്റ്റമറുടെ വൈവിധ്യങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്ന ഒരു സമന്വയമായിട്ട് തീരും. ഇതാണ് യഥാർത്ഥത്തിലുള്ള പാർട്ണർഷിപ്പ്. ഈ പാർട്ണർഷിപ്പിന്റെ എക്കണോമിക്കൽ സക്സസോ ബിസിനസ് വിജയമോ ഒക്കെ മാറ്റി വയ്ക്കുക, അത് വേറെ വശമാണ്. അത് ഞങ്ങൾ രണ്ടുപേരും മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഓഫ് ടു ലഭിക്കുകയാണ്. രണ്ട് വ്യത്യസ്ത ഓർഗനൈസേഷൻസിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലിബേഴ്സിന്റെ ഒന്നിച്ചുള്ളൊരു സമന്വയം. അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദദായകമായിരിക്കും, ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പം അത്തരം ഒരു സർവീസ് സൗകര്യം കൂടിയുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതാണ് അസറ്റ് ഹോംസും JGT കൂടെ ചേർന്നിട്ടുള്ള പാർട്ണർഷിപ്പ് മാതൃക. അതിനാണ് അസറ്റ് JGT തന്നെ പേരിട്ടിരിക്കുന്നതെങ്കിൽ തന്നെയും മാളിക എന്നുള്ള വിശേഷമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആനന്ദമാളികൾ ഉയരുന്നതും സ്വപ്നമാളികൾ വരുന്നതും എല്ലാം അത്തരം ഒരു കോൺസെപ്റ്റിന്റെ പൂർത്തീകരണമാണ്.